നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സാധാരണ ജ്യോതിഷ വിശകലനമല്ല. ഇന്ന് പറയുന്നത് ഒരു പ്രത്യേക ജന്മങ്ങളുടെ രഹസ്യമാണ്. നിങ്ങളുടെ ജനന തീയതി 1 ആണോ, അല്ലെങ്കിൽ 10 ആണോ, 19 ആണോ, 28 ആണോ എങ്കിൽ ഈ വീഡിയോ യാദൃശ്ചികമല്ല. ഈ 4 തീയതികളും സാധാരണ ദിവസങ്ങളല്ല. ഇവയെല്ലാം ഒരേ ശക്തി പങ്കിടുന്ന ദിവസങ്ങളാണ്. 1, 10, 19, 28 ഇവയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് 1 എന്ന സംഖ്യയുടെ ശക്തിയാണ്. അതായത് 10 എന്ന് പറയുന്നത് 1 + 0 1 ആണ് വരുന്നത്. 19 എന്ന് പറയുന്നത് 1 + 9 10, അതും ഈ പറഞ്ഞതുപോലെ 1 ആണ് വരുന്നത്. 28 2 + 8 10 ആണ് വരുന്നത്. അതിൻ്റെയും സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. അതായത് നിങ്ങൾ ജനിച്ചത് സൂര്യന്റെ വൈബ്രേഷൻ ഉള്ള ദിവസത്തിലാണ്. സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? പ്രകാശം, നേതൃത്വം, അധികാരം, ആത്മവിശ്വാസം, രാജയോഗം. സൂര്യനില്ലാതെ ഭൂമിയിൽ ജീവനില്ല. അതുപോലെ 1 എന്ന സംഖ്യയിൽ ജനിച്ചവരില്ലാതെ ഒരു സമൂഹത്തിനും മുന്നേറ്റമില്ല എന്നതാണ് സത്യം. നിങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തരാണ്? 1 എന്ന സംഖ്യയിൽ ജനിച്ചവർ ചെറുപ്പം മുതൽ തന്നെ വേറിട്ട സ്വഭാവമുള്ളവരാണ്. മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാകും. നിങ്ങൾക്ക് എപ്പോഴും ഒരു മുന്നിൽ നിൽക്കാനുള്ള ആഗ്രഹമുണ്ടാകും. അധ്യാപകനില്ലെങ്കിൽ ക്ലാസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളായിരിക്കും. ഗ്രൂപ്പിൽ പോയാൽ തീരുമാനമെടുക്കുന്നത് നിങ്ങളായിരിക്കും. ഇത് പഠിച്ചെടുത്ത സ്വഭാവമല്ല, ഇത് ജന്മസിദ്ധമായിട്ടുള്ള ശക്തിയാണ്. പക്ഷെ ഈ ശക്തി പലപ്പോഴും നിങ്ങൾക്ക് പ്രശ്നമാകാറുമുണ്ട്. കാരണം ലോകം എല്ലായ്പ്പോഴും ശക്തരെയല്ല സ്വീകരിക്കുന്നത്. ലോകം ആദ്യം ശക്തരെ പരീക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ പരീക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1, 10, 19, 28 ജന്മക്കാർക്ക് ജീവിതം എളുപ്പത്തിൽ തുടങ്ങാറില്ല. ചെറുപ്പത്തിൽ തന്നെ ഒരു നഷ്ടം, ഒരു നിരാശ അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടി നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കും, ചിലർക്ക് കുടുംബ പ്രശ്നമായിരിക്കും, ചിലർക്ക് മനസ്സിലാകാത്ത ബന്ധങ്ങളായിരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം സൂര്യന്റെ ശക്തി നേരിട്ട് ലഭിക്കുന്നവർക്ക് ജീവിതം ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെയാണ്. നിങ്ങളെ കരുത്തുറ്റവനാക്കാൻ ജീവിതം ആദ്യം നിങ്ങളെ പരീക്ഷിക്കും. 1 എന്ന സംഖ്യ രാജസംഖ്യയാണ്. ഈ സംഖ്യയിൽ ജനിച്ചവർക്ക് സ്വന്തം അഭിപ്രായമുണ്ടാകും. തെറ്റെന്ന് തോന്നിയാൽ തുറന്നു പറയും. അന്യായം സഹിക്കില്ല. ആരുടെയും അടിമയായി ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് പോലും മേധാവികളുടെ അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ടാകാം. കാരണം നിങ്ങൾക്ക് തെറ്റ് കണ്ടാൽ പറയാതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിലർ നിങ്ങളെ അഹങ്കാരി എന്ന് വിളിക്കും. പക്ഷെ സത്യം എന്താണ്? നിങ്ങൾക്കുള്ളത് അഹങ്കാരമല്ല, അത് ആത്മബോധമാണ്. നിങ്ങൾ വീഴുന്നില്ല, നിങ്ങൾ തയ്യാറെടുക്കപ്പെടുകയാണ്. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. അതിനു മുന്നേ ഇതുവരെയും നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലുമോ ഈ ദിനങ്ങളിലാണ് ജനിച്ചത് എങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. 1 എന്ന ജന്മസംഖ്യക്കാർക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ജീവിതത്തിൽ അവർക്ക് ഒരു വലിയ വീഴ്ച സംഭവിക്കും. അത് 23നും 28നും വയസ്സിന് ഇടയിലായിരിക്കാം. അതല്ല എങ്കിൽ 30കളുടെ തുടക്കത്തിലായിരിക്കാം. അന്ന് നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ട് എല്ലാം എനിക്ക് മാത്രമാണ് സംഭവിക്കുന്നത്? പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും, ആ വീഴ്ച തന്നെയാണ് നിങ്ങളെ ഉയർത്തിയത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ഇല്ലാതാകുന്നില്ല, അവൻ അടുത്ത ഉദയത്തിനായിട്ട് തയ്യാറാവുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും. 28 കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. 1, 10, 19, 28 തീയതികളിൽ ജനിച്ചവർക്ക് 28 എന്ന് പറയുന്ന ആ ഒരു വയസ്സ് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. 28 എന്ന് പറയുന്നതും 1 തന്നെയാണ് വരുന്നത്. അത് വീണ്ടും 1ലേക്ക് മടങ്ങുകയാണ്. 28 കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകും. ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക മുന്നേറ്റത്തിന്റെ തുടക്കം അവിടെ നിന്നായിരിക്കും. വ്യക്തിത്വം കൂടുതൽ ശക്തമാകാൻ തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾ സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്യാപ്റ്റൻ ആവുകയാണ്. ഇനി നിങ്ങളുടെ മനസ്സിന്റെ രഹസ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുറമെ ശക്തനായിട്ട് തോന്നുമെങ്കിലും അകത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ആളുകൾ വേദനിപ്പിച്ചാൽ പുറത്ത് കാണിക്കില്ല, പക്ഷെ ഉള്ളിൽ സൂക്ഷിക്കും. നിങ്ങളെ വിശ്വസിച്ചവരാണ് പലപ്പോഴും നിങ്ങളെ നിരാശപ്പെടുത്തുന്നത് എന്നതാണ് വാസ്തവം.
പക്ഷെ അതൊന്നും നിങ്ങളെ തകർക്കില്ല. അത് നിങ്ങളെ കൂടുതൽ കരുത്തുറ്റവനാക്കും എന്നത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക ചില അനുഗ്രഹങ്ങളുണ്ട്. സൂര്യസംഖ്യാ ജന്മക്കാർക്ക് ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ലേറ്റ് സക്സസ് ബട്ട് ഗ്രാൻഡ് സക്സസ് ആയിരിക്കും. അതെന്താണ്? വൈകിയെങ്കിലും വിജയം സുനിശ്ചിതമാണ് എന്നതാണ്. മറ്റുള്ളവർ 25-ൽ നേടിയത് നിങ്ങൾക്ക് 32-ലായിരിക്കും ചിലപ്പോൾ ലഭിക്കുന്നത്. പക്ഷെ നിങ്ങൾ നേടുന്നത് കൂടുതൽ വലുതായിരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അഹങ്കാരം തന്നെയാണ്. സ്വയം വിശ്വാസം നല്ലതാണ്, പക്ഷെ എനിക്ക് മാത്രമേ ശരിയുള്ളൂ എന്ന നിലപാട് ബന്ധങ്ങൾ തകർക്കാം. നിങ്ങൾ വിനയത്തോടെ ഇരുന്നാൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല എന്ന സത്യം നിങ്ങൾ തന്നെ തിരിച്ചറിയുക. നിങ്ങളുടെ ജനന തീയതി 1, 10, 19, 28 ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. പക്ഷെ ആദ്യം നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ സാധാരണക്കാരനല്ല. നിങ്ങൾ ജനിച്ചത് മുന്നിൽ നിൽക്കാനാണ്. നിങ്ങൾ ജനിച്ചത് നയിക്കാനാണ്. നിങ്ങൾ ജനിച്ചത് പ്രകാശമാകാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ദിവസങ്ങളിൽ ജനിച്ചവർക്കുള്ള ഒരു പ്രധാന സവിശേഷതയെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഓർഡർ നൽകാനാണ് ഇഷ്ടം. ഇതൊരിക്കലും ഒരു അഹങ്കാരമല്ല, ഇത് ലീഡർഷിപ്പ് സ്വഭാവമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാനായിട്ട് സാധിക്കും. പ്രശ്നം വന്നാൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കും. മറ്റുള്ളവർ കുഴങ്ങുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ജനിച്ചവർക്ക് അനുയോജ്യ മേഖലകൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, സർക്കാർ മേഖല, പോലീസ്, ഡിഫൻസ്, രാഷ്ട്രീയം, സിനിമ അല്ലെങ്കിൽ മീഡിയ, ബിസിനസ് പോലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് തുടങ്ങിയാൽ വൈകിയെങ്കിലും ഉറപ്പായ വിജയം ലഭിക്കും. പക്ഷേ ഒരു മുന്നറിയിപ്പുണ്ട്. 25 മുതൽ 30 വരെ കരിയറിൽ ആശയക്കുഴപ്പമുണ്ടാകും. ജോലി മാറൽ, നിരാശ, അപ്രതീക്ഷിത മാറ്റങ്ങൾ ഇതൊക്കെയും സംഭവിക്കും. പക്ഷേ ഇത് സ്ഥിരതയ്ക്കുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്തതായിട്ട് ധനയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 സംഖ്യയിൽ ജനിച്ചവർക്ക് പണം വരും. പക്ഷെ എങ്ങനെ വരും? വളരെ കഷ്ടപ്പെട്ട് അല്ല. ഒരു വലിയ അവസരം വഴിയാണ് നിങ്ങളിലേക്ക് ധനം വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും വലിയ ഒരു പ്രൊമോഷൻ ലഭിക്കും, വലിയ ഒരു കോൺട്രാക്റ്റ് ലഭിക്കും, വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലാഭം ലഭിക്കും, അല്ലെങ്കിൽ ഭൂമി, പ്രോപ്പർട്ടി വഴി നേട്ടമുണ്ടായിരിക്കും. ഇത് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. പക്ഷെ പണം കയ്യിൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങളുടെ സ്വഭാവം വലിയതായി ചിന്തിക്കും, വലിയതായിട്ട് ചെലവാക്കും. അതുകൊണ്ട് തന്നെ 30 കഴിഞ്ഞാൽ സാമ്പത്തിക നിയന്ത്രണം പഠിച്ചാൽ 40 കഴിഞ്ഞാൽ വലിയ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇനി നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും പറയാം. നിങ്ങൾ പ്രണയത്തിൽ വളരെ സത്യസന്ധരാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ബഹുമാനം, മനസ്സിലാക്കൽ, ആദരം എന്നിവയാണ്. നിങ്ങളെ ബഹുമാനിക്കാത്ത ബന്ധം നിങ്ങൾ ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ട് ചിലർക്ക് വിവാഹം വൈകാം. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ കുടുംബത്തിൽ നിങ്ങളുടെ വാക്ക് കേൾക്കും. സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കും. സാമൂഹിക സ്ഥാനം ഉയരും. നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച നമ്പറുകൾ 2, 3, 6 വൈബ്രേഷൻ ഉള്ളവരാണ്. ഒരു മുന്നറിയിപ്പ് കൂടെ നിങ്ങൾക്ക് നൽകാം. അഹങ്കാരം ബന്ധം തകർക്കാം. വിനയം ചേർത്താൽ ജീവിതം സ്വർഗമാകും. ഇപ്പോൾ ഏറ്റവും പ്രധാന ഭാഗമാണ് പറയുന്നത്. 1, 10, 19, 28 ജന്മക്കാർക്ക് 2026 ഒരു റീബർത്ത് ഇയർ ആയിരിക്കും. 3 പ്രധാന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്നാമതായിട്ട് കരിയറിൽ ഉയർച്ചയുണ്ടാകും. രണ്ടാമതായിട്ട് സാമ്പത്തിക വ്യക്തത കൈവരിക്കാൻ കഴിയും. മൂന്നാമതായിട്ട് ഒരു പഴയ പ്രശ്നത്തിന്റെ അവസാനമായിരിക്കും. 2026 ജൂൺ മുതൽ നവംബർ വരെ വലിയ തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഞായറാഴ്ചകളിൽ ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ നിഷേധിക്കരുത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആത്മീയ പരിഹാരങ്ങളെക്കുറിച്ച് പറയാം. ഓരോ ഞായറാഴ്ചയും സൂര്യോദയ സമയത്ത് 5 മിനിറ്റ് നിശബ്ദമായിട്ട് നിൽക്കുക. കൈകൾ ചേർത്തുകൊണ്ട് പറയുക, എനിക്ക് ലഭിക്കേണ്ട ഉയർച്ച തടസ്സമില്ലാതെ വരട്ടെ. ചുവപ്പ് വസ്ത്രം അല്ലെങ്കിൽ സ്വർണ്ണ നിറം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ 11 ദിവസം തുടർച്ചയായിട്ട് സൂര്യോദയം കാണുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കും. 1, 10, 19, 28 തീയതികളിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ ജന്മമല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളെ ആദ്യം പരീക്ഷിക്കും, പിന്നീട് ഉയർത്തും. നിങ്ങളുടെ ജീവിതം വൈകി തുടങ്ങും, പക്ഷേ വലിയ വിജയത്തിൽ അവസാനിക്കും. നിങ്ങൾ പ്രകാശമാണ്. നിങ്ങൾ സൂര്യശക്തിയാണ്. നിങ്ങൾ മുന്നിൽ നിൽക്കാൻ പിറന്നവരാണ്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ ജനന തീയതി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ.
എല്ലാ തരത്തിലുള്ള നേട്ടവും കൊയ്യാൻ നിങ്ങൾക്കാകട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.